ചുട്ടുപൊള്ളുന്ന ചൂടിലും കാസർഗോഡ് മഞ്ചേശ്വരം മാടാക്കൊളക്കയിലെ ജനങ്ങൾ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. കഴിഞ്ഞ 4 വർഷമായി കുടിവെള്ളമില്ലാതെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾ നരകയാതന അനുഭവിക്കുമ്പോഴും അധികൃതരും ജനപ്രതിനിധികളും തികഞ്ഞ അവഗണന തുടരുകയാണെന്നാണ് ആക്ഷേപം. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 6 വരിപ്പാത നിർമ്മാണം ആരംഭിച്ചപ്പോൾ വലിയ വികസന പ്രതീക്ഷയിലായിരുന്നു നാട്. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ വിച്ഛേദിക്കപ്പെട്ടതോടെ കുണ്ടുകോളകെ നിവാസികളുടെ ദുരിതം ആരംഭിച്ചു. റോഡ് പണി പൂർത്തിയായി 4 വർഷം കഴിഞ്ഞിട്ടും വിച്ഛേദിച്ച കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിയോ മറ്റ് അധികൃതരോ ഇതുവരെ തയ്യാറായിട്ടില്ല. ജല അതോറിറ്റിയുടെ ഉത്തരവാദിത്വമില്ലായ്മ ഇവിടെ കൊണ്ടും തീരുന്നില്ല. പൈപ്പിലൂടെ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ലെങ്കിലും 2 മാസം കൂടുമ്പോൾ കൃത്യമായി വാട്ടർ ബില്ല് വീട്ടുപടിക്കലെത്തുന്നുണ്ട്. ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ലടക്കാത്തവർക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചുകൊണ്ട് ജനങ്ങളുടെ മുറിവിൽ ഉപ്പുതേക്കുകയാണ് അധികൃതർ. നാഷണൽ ഹൈവേ സ്റ്റാർട്ടായതിനു ശേഷം ഇതുവരെ കുടിവെള്ളം വന്നിട്ടില്ല. 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമാണ്. കണക്ഷനും തന്നില്ല, വെള്ളത്തിൻ്റെ ബില്ല് വന്നുകൊണ്ടുണ്ടായി. മീറ്റർ റീഡിംഗുകാർ പറഞ്ഞ് വെള്ളം ഇല്ലാതുകൊണ്ട് ഞാൻ ബില്ല് കെട്ടുന്നത് വേണ്ട, നിങ്ങളെ മീറ്റർ ഫോൾട്ട് ഉണ്ട്, മീറ്റർ ശരിയാക്കിയില്ലെങ്കിൽ മീറ്റർ എടുത്തോണ്ടേ പോകും. വേനൽ കടുത്തതോടെ പ്രദേശവാസികൾ കടുത്ത ദാഹത്തിലാണ്. ദൂരെയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം ചുമന്നു കൊണ്ടുവരികയായിരുന്നു ഇതുവരെയുള്ള ആശ്രയം. എന്നാൽ കൊടും ചൂടിൽ കിണറുകളും വറ്റി വരണ്ടതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ. അധികൃതർക്ക് പരാതി നൽകി മടുത്തു. ഞങ്ങൾക്ക് ബില്ലല്ല വേണ്ടത്, കുടിക്കാൻ വെള്ളമാണെന്ന് പറയുകയാണ് പ്രദേശവാസികൾ. യാഥാർത്ഥ്യം മനസ്സിലാക്കി എത്രയും വേഗം ശുദ്ധജല കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് നാട്ടുകാരുടെ തീരുമാനം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.